ചാനൽ. ഇപ്പോൾ വെളുപ്പിന് 6:32 ആകുന്നു. ആളുകളൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് തുടങ്ങുന്നുള്ളൂ. എന്ന് പരത്തിന് ഞായറാഴ്ചയാണ്, അറിയാലോ. ഒരു ലേസി സൺഡേ ആയിട്ട് എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് അത്യാവശ്യം ലേറ്റ് ആയിട്ടായിരിക്കും. സോ ഇന്നിപ്പോൾ കൊടൈക്കനാൽ പോകാനാണ് പ്ലാൻ. അപ്പോൾ നമ്മുടെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവനൊന്ന് കോൾ സ്റ്റാർട്ട് ചെയ്യണം. കോൾ സ്റ്റാർട്ട് ആവട്ടെ. സോ ഇതാണ് നമ്മുടെ ചെറുക്കൻ. എന്തായാലും അവനൊന്ന് വാഷ് ചെയ്തെടുത്തായിരുന്നു ഞാൻ. അപ്പോൾ റൈഡിന് മുമ്പ് ഒന്ന് കുളിപ്പിച്ചേക്കാന്ന് കരുതി. ചെക്കൻ പുലിയാണ്. ഒരുപാട് പേര് R15 ടൂർ ചെയ്യണ കണ്ടിട്ടുണ്ടാവും. ഭൂരിപക്ഷം പേരും ടൂർ ചെയ്യാൻ നിർത്തി അത്യാവശ്യം ലോങ് പോണത് അത്യാവശ്യം അഡ്വഞ്ചർ ബൈക്സിലൊക്കെ ആയിരിക്കും. പക്ഷെ വാട്ട് എവർ ഐ ഹാവ് ഇസ് ഹിം. അപ്പോൾ ഇവനായിട്ട് ടൂർ ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാൻ. ഇപ്പം എൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗാണ്. ഇതുവരെ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ ഒരു ഡെഡിക്കേറ്റഡ് വ്ളോഗായിട്ടോ ട്രാവൽ വ്ളോഗായിട്ടോ ഒന്നും ഇട്ടിട്ടില്ല. സോ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും. സോ അത് നിങ്ങൾ ക്ഷമിക്കുക. സോ 6:34 ഒരു 6:38 ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. എൻ്റെ ടയർ പോയിരിക്കുകയാണ്. ഇപ്പോൾ ടയർ പോയിരിക്കുന്ന അവസ്ഥയിലും ഒരു റൈഡ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ. അത്ര റിസ്ക് എടുത്ത് നോർമലി ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡ് ടു റൈഡ് വിത്തൗട്ട് പ്രോപ്പർ വീൽസ് ആൻഡ് ഓൾ. So before starting a ride, please make sure that all your equipments on the ride, like ബൈക്കിൻ്റെ ടയറുകളും ബ്രേക്കും എല്ലാം പക്കയാണെന്ന് ഉറപ്പുവരുത്താം. എൻ്റെ ഇപ്പോൾ അത്യാവശ്യം ബ്രേക്കും കാര്യങ്ങളും ഹെഡ്ലൈറ്റ് ഇലക്ട്രോണിക്സ് എല്ലാം പക്കയാണ്. ബട്ട് ആകെയുള്ളൊരു പോരായ്മ ഇപ്പോൾ റിയർ ടയറാണ്. റിയർ ടയർ എന്തായാലും കുറച്ചും കൂടി അങ്ങോട്ട് തീരാനുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റൈഡ്. നിങ്ങൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും എൻ്റെ വോയിസ് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ക്രാക്കി സൗണ്ട് ആയിട്ട് ഇങ്ങനെ കേൾക്കുന്നത്. അത് ഏർലി മോർണിംഗ് എണീക്കാൻ നിർത്തുന്ന ശബ്ദം ഈ ഒരു കോലത്തിലാണ്. ലിറ്ററലി സൗണ്ട്സ് ലൈക്ക് സംവൺ ലൈക്ക് എ ഫ്രാങ്കൻസ്റ്റൈൻ. പ്ലാൻ ചെയ്യുന്ന റൂട്ട് മൂന്നാർ പിടിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. നമ്മളിപ്പോ ആലുവ മൂന്നാർ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലുവ മൂന്നാർ റൂട്ടിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് കോതമംഗലത്ത് മൂന്നാറിന്ന് അങ്ങനെ കുമളി ചെക്ക് പോസ്റ്റ് വഴി ബോധിനായകന്നൂർ ഫോറസ്റ്റ് വഴി ബോർഡർ തമിഴ്നാട് ബോർഡർ കിടന്ന് തേനി വഴി കയറി കൊടൈക്കനാൽ പോകാനുള്ള പ്ലാനാണ് എന്റെ മനസ്സിലുള്ളത്. എത്രത്തോളം വർക്ക്ഔട്ട് ആവുമെന്ന് അറിയില്ല. അവിടുത്തെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും ടെമ്പറേച്ചറും കാലാവസ്ഥയും ഒന്നും ഞാൻ നോക്കിയിട്ടില്ല എന്നല്ല, അങ്ങനെ പറഞ്ഞ കള്ളായി പോവും. ഒരു 5 ഡേ ഫോർകാസ്റ്റ് ചുമ്മാ നോക്കിയായിരുന്നു. മോസ്റ്റ്ലി സൺഡേ ആണെന്നുള്ള ഇതാണ്. പെട്രോൾ അടിക്കാം. ഫുൾ ടാങ്ക്. സ്ഥിരം പെട്രോൾ അടിക്കുന്ന സ്ഥലമാണ്. സോ നമ്മളിപ്പോൾ ഒരു ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചായിരുന്നു. നേരത്തെ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 2 ലിറ്റേഴ്സ് പെട്രോൾ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് അടിച്ചതാണ്. അതിപ്പോൾ ഏകദേശം ഒരു 1 ലിറ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഫുൾ ടാങ്ക് കൂടി അടിച്ചപ്പോൾ 860 റുപ്പീസ് ആയിരുന്നു. പെട്രോളിനൊക്കെ എന്തായാലും വില. ഒരു കാലത്ത് പെട്രോളിന് 50-60 രൂപയൊക്കെ ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2K കിഡ്സിന് ചിലപ്പോൾ അറിയാൻ വഴിയില്ല. അപ്പൊ ആ ഒരു ടൈമില് അടിപൊളിയായിരുന്നു. ലൈക്ക് ലിറ്ററലി നമുക്ക് 100 രൂപ പെട്രോൾ ചെയ്യാൻ 2 ലിറ്റർ പെട്രോൾ കിട്ടുമായിരുന്നു. ആ ഒരു പ്രാന്ത് ഒരു ചെറുപ്രായത്തില് തുടങ്ങിയായിരുന്നു. ബാക്കിയുള്ള ഒരു തലമുറയിലെ ഞങ്ങളൊരു ഏജ് ഗ്രൂപ്പിലെ പിള്ളേരെല്ലാവരും ലഹരികളെ പുറകെ പോയപ്പോ നമ്മള് പോയത് ബൈക്കുകളുടെയും കാറുകളുടെയും യാത്രകളുടെയും പുറകെയാണ്. യാത്ര എന്നുള്ളൊരു ലഹരി തലക്ക് പിടിച്ചിട്ടുണ്ടല്ലോ. ഒരു അത് പിന്നെ ഇറങ്ങിയിട്ടില്ല. അതിപ്പോ സന്തോഷം കൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരിക്കട്ടെ, സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിക്കോട്ടെ, ഈ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്തായിക്കോട്ടെ, റൈഡിങ് മൈ ഓൺ ബൈക്ക് ടു സംവെയർ ഐ ലവ്. ലൈക്ക് എനിക്കിഷ്ടപ്പെടുന്ന വണ്ടി, എനിക്കിഷ്ടപ്പെട്ട റോഡ്, എനിക്കിഷ്ടപ്പെട്ട റോഡല്ല റൂട്ട്,
എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള യാത്ര. അതിനോളം എന്നെ സന്തോഷിപ്പിക്കാൻ, എന്നെ ചീറപ്പ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മരുന്ന് ഈ ലോകത്ത് ഇല്ല. അൽഹംദുലില്ലാ, പടച്ചോനെ സ്തുതി. പടച്ചോനാണ് നമ്മളെല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നത്. ഇതിപ്പോ സന്തോഷത്തിലായിക്കോട്ടെ, സങ്കടത്തിലായിക്കോട്ടെ, ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ, പടച്ചോൻ അനുഗ്രഹിച്ച് ഇതേമാരെ ഇതുവരെ വളർന്നെത്തി ഒറ്റയ്ക്ക് റൈഡ് പോകാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ക്യാമറ ഉണ്ട് മുകളിൽ. അപ്പൊ ആ ഒരു തലത്തേക്ക് പടച്ചോൻ ഇതുവരെ എത്തിച്ച് ഈ റൈഡും സേഫായിട്ട് പോയി വരാൻ കഴിയും എന്ന് തോന്നുന്നു. പടച്ചോൻ കൂടെ ഉണ്ടെങ്കിൽ പടച്ചോൻ കൂടെ ഉണ്ടാവും, ഉറപ്പാണ്. നമ്മളിപ്പോ പെരുമ്പാവൂർ ടൗൺ എത്തി. ഇനി ഇവിടുന്ന് ഡയറക്റ്റ് കോതമംഗലം പിടിക്കണം. കോതമംഗലത്തിന് ഡയറക്റ്റ് കയറിപ്പോകാനുള്ള പ്ലാനാണ്. കോതമംഗലത്ത് നീരിമംഗലം പാലം കഴിഞ്ഞ് അങ്ങനെ കയറിപ്പോകാനാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചല്ല. സത്യത്തില് ഞാൻ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഏർലി മോർണിംഗ് ഓൾമോസ്റ്റ് 3 AM സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോ അതെല്ലാം അങ്ങോട്ട് മാറി. ആ ഒരു പ്ലാനൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു. കാരണം ഇന്നലെ ലഗേജ് ഒക്കെ കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം ഭയങ്കര ലേറ്റ് ആയിരുന്നു. രാത്രി ലഗേജ് ഒക്കെ കെട്ടി കിടന്നുറങ്ങിയപ്പോ ഒരുപാട് വൈകിയായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 12:30 ആയപ്പോഴാണ് ഞാൻ കിടന്നത്. ഏർലി മോർണിംഗ് 3 o'clock അലാറം ഒക്കെ വെച്ചു. അലാറോടെ സൈഡിൽ കിടന്ന് അടിക്കാനുണ്ടായിരുന്നു. ഒരു താരാട്ട് പാട്ട് പോലെ അന്തസ്സായിട്ട് കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. വെളുപ്പിനൊരു 5 മണി 5:30 കറക്റ്റ് ടൈമാണെങ്കിൽ 5:19 ആയപ്പോഴാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഇരിക്കണേ. അതിങ്ങനെ ഈ അലാറം നിർത്താതെ അടിച്ചോണ്ടിരിക്കുമല്ലോ നമ്മൾ ആ സ്നൂസിങ് ഓഫ് ആക്കിയില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റാണ്. അങ്ങനെ ഇത്രയും ലേറ്റ് ആയി. അതല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന രീതിയിലൊന്നും നമ്മള് ഒരു റൈഡ്, ഒരു ട്രിപ്പ് ഒന്നും നടക്കാറില്ല. അതെന്റെ കേസിലാണ് കേട്ടോ. പലരുടെയും അല്ലാത്ത എല്ലാ പ്ലാനിങ്ങും നടത്തുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എന്റെ കേസിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു റൈഡും അതുപോലെ തന്നെ നടന്നിട്ടില്ല, അതേപോലെ തന്നെ എക്സിക്യൂട്ട് ആയിട്ടില്ല. അപ്പോ നീരിമംഗലം ഫോറസ്റ്റ് റൂട്ടിലുള്ള അടുത്തേക്ക് നമ്മൾ കടന്നു. ഇത് നമ്മുടെ ചെക്ക് പോസ്റ്റ് ആണ്, വൈൽഡ് ലൈഫ് ചെക്ക് പോസ്റ്റ്. ഇത് കഴിഞ്ഞ് ഇനി അങ്ങോട്ടൊരു കാഴ്ചകളുടെ ഒരു മേളമാണ്. ഇപ്പൊ ഞാനിത് ഈ റൈഡിന് ശേഷം അധികം പ്ലാനൊന്നും ചെയ്തല്ല. ജസ്റ്റ് അവിടെ ഒരു സ്റ്റേ വിളിച്ചു ചോദിച്ചു. അത് നമ്മുടെ പൂണ്ടിയിലാണ് സ്റ്റേ. അപ്പോ കൊടൈക്കനാൽ എത്തുമ്പോഴത്തേക്ക് വിളിക്കാൻ പറഞ്ഞു. ഇനി അവിടെ ചെല്ലുമ്പോൾ ഓടി കിട്ടുമെന്ന് അറിയില്ല. ഒരു ഫ്രെയിമൊക്കെ കണ്ടു, വേറെ ലെവലല്ലേ. ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴും സന്തോഷം വന്നിരിക്കുന്ന സമയത്തെങ്കിലും ഒരു റൈഡ് നിർബന്ധമായിരിക്കും എന്റെ കേസിൽ. അതായത് ഐ നീഡ് സം ഓഫ് ടൈം, ലൈക്ക് ഒരു ഡിസ്കണക്ട് ആവശ്യമാണ്. ഇപ്പൊ ഇത്രയും നാളെ ഞാൻ ഒരു കണ്ടിന്യൂസ് ലൂപ്പിലായിരുന്നു. അതായത് നമ്മളിപ്പോ എല്ലാ ദിവസവും ഉറക്കത്തിന് എണീക്കുക, നമ്മുടെ പ്രഭാതകർമ്മങ്ങളും ചായ എല്ലാം കുടിച്ച് നേരെ ഓഫീസിൽ പോവാ, ഓഫീസിൽ നിന്ന് തിരിച്ചു വരാ, പിന്നെയും കിടന്നുറങ്ങുക. ഇങ്ങനെ ഒരു ലൂപ്പ് ഡേ ടു ഡേ ലൈഫ് ഇങ്ങനെ ഈ ഒരു ലൂപ്പ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റാനായിട്ടുള്ള റൈഡാണ്. ഇങ്ങനെ നിങ്ങൾക്കും ഉണ്ടാവും ഒരുപാട് ഈ ഇങ്ങനെ ഒരു ലൂപ്പ് ഫോളോ ചെയ്തുകൊണ്ടൊരു ടെൻഡൻസി എന്നല്ല, അതാണ് ലൈഫ്. സോ ആ ഒരു ലൂപ്പ് ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് ഇടയ്ക്ക് വെച്ച് നിങ്ങളും ഇതേമാതിരി ബ്രേക്കുകളൊക്കെ എടുക്കണം. ഒരു അടിപൊളി ചായക്കടയാണ്, ഇവിടെ നിന്നൊരു കിണ്ണൻ വ്യൂ കിട്ടും. ഇനി അങ്ങനെ ഇറങ്ങി ചെല്ലണതാണ് മോനെ. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എല്ലാവരും ഈ റൂട്ട് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുക. ബസ് ഹോണടിച്ച് ചെല്ലാം. നോക്കി ഈ ഫ്രെയിമൊക്കെ കണ്ടോ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം വേറെ എവിടെ കിട്ടും? Look at that, man. Look at that. ജോ ഡ്രോപ്പിംഗ് എന്നൊക്കെ പറയില്ലേ, അമ്മാരി എനിക്ക് ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റുമോന്നറിയില്ല. ഈ റൈറ്റ് കയറി പോയിങ്ങനെ നീരിമംഗലം ഫോറസ്റ്റ് ആണ് കേട്ടോ.
ഇതിപ്പോ പോകുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് നേര്യമംഗലം ഫോറസ്റ്റ്, ഈ റൈറ്റ് കയറി പോയാൽ നേര്യമംഗലം ഫോറസ്റ്റ് നേരെ നമ്മുടെ ഇടുക്കിക്കൊക്കെ പോയി. നേര്യമംഗലം ടൗൺ കഴിഞ്ഞ് നേര്യമംഗലം പാലം, ഇതൊരു അപാര വ്യൂ ആണ്. നമ്മളെ ഹൈ റേഞ്ചിലേക്കുള്ള ഒരു കവാടം എന്ന് അറിയില്ല. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല. ബട്ട് എന്താ പറയാ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഹൈ റേഞ്ചിലേക്കുള്ള ഒരു കവാടം, അതായത് മൂന്നാറിലേക്ക് കയറുന്ന കവാടം. എന്ത് ഭംഗിയാ നോക്കി. ദൈവം എന്ത് ഭംഗിയിലാണ് ഈ ഭൂമി സൃഷ്ടിച്ചേക്കണേ അല്ലെ? നിനക്കത് തോന്നിയിട്ടുണ്ടോ? ഐ മീൻ, ദൈവത്തിന്റെ ഒരു കഴിവ് അപാരം തന്നെയല്ലേ. പഠിച്ചോന്റെ ഒരു പഠിച്ച ശരിക്കൊരു ആർട്ടിസ്റ്റിനെക്കാട്ടൊക്കെ ഉപരിയാണ്. അപാര കഴിവല്ലേ ഇത്രയും ഭംഗിയായിട്ട്. ഈ ലെഫ്റ്റ് ഇതല്ല, ഇവിടെ നിന്നൊരു അമ്പലത്തിന്റെ ഒരു ലെഫ്റ്റ് ഉണ്ടായിരുന്നു, ഒരു അമ്പലത്തിന്റെ ആർച്ചിട്ട്. ആ ലെഫ്റ്റ് നേരെ ചെന്ന് ചാടുന്നത് ഇഞ്ചപ്പെട്ടി പാലത്തിന്റെ ബാക്ക് സൈഡില്ലേ. നമ്മൾ രണ്ട് സൈഡിൽ കൂടെ ഇഞ്ചത്തെട്ടി പോവാം. ഒന്ന് നമ്മള് പൂത്താൻകെട്ട് വഴി കയറി അങ്ങനെ പൂയംകെട്ടി പോണ റൂട്ടിൽ നമുക്ക് പോവാം. അല്ലെങ്കിൽ ഇപ്പൊ ഈ നേരമംഗലം ടൗണിൽ നിന്ന് ഇങ്ങനെ കയറി പോയായിരുന്നു. പിന്നെ ഈ ഒരു ജസ്റ്റ് പാസ് ചെയ്ത ഈ കാവിന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ റോഡ് നേരെ ചെന്ന് ചാടുന്നത് ഇഞ്ചത്തെട്ടി പാലത്തിന്റെ ബാക്ക് സൈഡാണ്. ഈ റോഡിലും ആണിറങ്ങുന്ന റോഡാണ്. അപ്പോ വാരണവർ അത്യാവശ്യം സേഫ് ആയിട്ട് വരാൻ നോക്കുക. നൈറ്റ് ട്രാവൽ ചെയ്യാതിരിക്കുക. നൈറ്റ് ഒരു സന്ധ്യ ഒരു 6 മണിക്ക് ശേഷം ട്രാവൽ ചെയ്തിരിക്കുക. അവിടുത്തെ ആൾക്കാർ തന്നെ ഒരുപാട് പറയാറുണ്ട്. അങ്ങനെ പോകുമ്പോ അവര് പറയാറുണ്ട്, ഇങ്ങനെ ആനിറങ്ങുന്ന റൂട്ടാണ് മക്കളെ, സൂക്ഷിച്ചു പോകണം എന്നുള്ള രീതിയിലൊക്കെ. ഒരു അപാര വളവല്ലേ. നോക്കി ഒരു KSRTC കൂടി ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മുടെ ആനവണ്ടി സെറ്റപ്പ് ആയനെ. അതെ, വണ്ടിയൊക്കെ വളഞ്ഞിങ്ങനെ ഒടിച്ചിങ്ങനെ പോണത് കാണാൻ എന്ത് ഭംഗിയായിരിക്കും. ബൈക്കിന് എന്തോ പറ്റിയാന്ന് നോക്കട്ടെ. ഓഫായതാണോ? പുഷ്. ആ ഓട്ടെ. ഏതാ? ഞാൻ കൊടൈ ബ്രോ എങ്ങടാ? ഞാൻ എറണാകുളം അടുത്ത്. വട്ടവടക്ക് പോവാ? അപ്പൊ എവിടെ സീ? ഓക്കെ. വണ്ടി ഒന്ന് സൈഡിലേക്ക് ഇരിക്കണേ. മറ്റേ ആനവണ്ടി വന്ന് വളച്ചെടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ചെറുതായിട്ടൊരു വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുക. പേരെന്താ? അജാസ്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആൾ, വളരെ കാലമായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരാൾ, മനസ്സിനടുത്തിരിക്കുന്ന ഒരാള് ഞാനിപ്പോ ഇങ്ങനെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ആളുടെ അടുത്ത് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു സപ്പോർട്ടാണ്. അപ്പൊ ആളെന്റെ ഒരു റോൾ മോഡലും കൂടിയാണ്. ഇപ്പോ ഹു ഐ ലുക്ക് അപ് ടു എന്നൊക്കെ പറയില്ലേ, അപ്പൊ അങ്ങനെ ഒരു റോൾ മോഡലും കൂടിയാണ് എന്റെ. അപ്പൊ ആളുടെ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ആയിരുന്നു. പക്ഷെ ആള് പറഞ്ഞത് നിനക്ക് അതിനുള്ള കഴിവില്ല, നിന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു രീതിയിലാണ്. സോ ആ ഒരു വാശപ്പുറത്ത് ഇറങ്ങിയതാണ് ഈ റൈഡ് തന്നെ. ഈ ഫസ്റ്റ് വ്ലോഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്.
സോ ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഈ റോയൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട് നമ്മുടെ ഈ ഇരുമ്പ് പാലം എന്ന് പറയും ജംഗ്ഷനിൽ. അവിടെ നിന്ന് ഈ വാട്ടർഫോളൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് റോയൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഞാൻ ഇതേമാതിരി സ്ഥിരം മൂന്നാറൊക്കെ റൈഡൊക്കെ വരാൻ നേരത്ത് ഞാനും ഫ്രണ്ട്സൊക്കെ കൂടി കയറി ഭക്ഷണം കഴിക്കുന്ന ഒരു കടയാണ്. അത്യാവശ്യം നല്ല ഫുഡാണ്. അത്യാവശ്യം നല്ല വളരെയധികം നല്ല ഫുഡാണ്. ഒരു ഫാമിലി റൂമും അങ്ങനെ ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൈവസി ഉള്ള സെറ്റപ്പൊക്കെ ഉള്ളൊരു കടയാണ്. മൂന്നാറൊക്കെ വരുന്നവർ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും ഉള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ബൈക്ക് അതെ, നമ്മുടെ അജാസിക്കായാണ് ഹോട്ടലിൻ്റെ ഓണർ. അപ്പോൾ എൻ്റെ പേര് അജാസ് എന്നാണ്, പുള്ളിയുടെ പേര് അജാസ് എന്നാണ്. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു നല്ല വൃത്തിയും കാര്യങ്ങളുള്ളൊരു ഹോട്ടലാണ്. ഞാനിവിടെ ഒരു 100-150 പ്രാവശ്യം ഇവിടെ കയറിയിട്ടുണ്ട്. നല്ല ഫുഡും നല്ല സർവീസായത് കാരണം മാത്രമാണ് നമ്മളിങ്ങനെ ഉള്ള കടകൾ കയറണത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല. ഇക്കാനെ ഞാനിതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഫാദറായിട്ടും നല്ല പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ എന്തായാലും കയറിയ സ്ഥിതിക്ക് ഞാനൊരു വീഡിയോ എടുക്കാം, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല പാർക്കിംഗ് സ്പേസ് ഉള്ളൊരു ഹോട്ടൽ പരിചയപ്പെടുത്താം എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. പജാസ്ക കയറിയതാ. ശരി, ഓക്കെ. അപ്പം റൈറ്റ് കൂടെ ട്രിപ്പ് അങ്ങോട്ട് മൂഞ്ചിയിട്ടുണ്ട് ഗൈസ്. അടിമാലിയൊക്കെ കഴിഞ്ഞ് കല്ലാറ് ഭാഗത്തെത്തിയപ്പോഴത്തേക്കും ബൈക്കിന് എന്തോ ഒരു പണി കിട്ടി. ഒന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയതാണ്. വണ്ടി സ്റ്റാർട്ടാക്കിയ പിന്നെ എന്തോ ഇലക്ട്രിക്കൽ കണക്ഷൻ കാണിക്കുന്നുണ്ടായില്ല. പിന്നെ ഇത്രയും നേരം വണ്ടിക്ക് ഇവിടെ ഒരു യെല്ലോ ലൈറ്റ് കത്തി കിടക്കില്ലേ, ആ യെല്ലോ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്തോ എഞ്ചിൻ ഓയിലിന്റെ ആണോ ഫ്യൂവൽ പമ്പിന് എന്നറിയില്ല. ഇലക്ട്രിക്കൽ കണക്ഷൻ ഒട്ടും ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ വണ്ടി ഒന്ന് തള്ളി ഫസ്റ്റ് ഗിയറിലിട്ട് തള്ളി ഒന്ന് സ്റ്റാർട്ടാക്കി കഴിഞ്ഞപ്പോ വണ്ടി ഓണായി പക്കയായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ചൊന്ന് എന്തായാലും മൂന്നാർ ചെന്നിട്ട് വർക്ക്ഷോപ്പ് എന്തെങ്കിലും കാണിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ മൂന്നാറായിട്ടൊന്ന് റൈഡ് ചെയ്യാൻ നോക്കി. എന്നിട്ട് നമ്മുടെ കല്ലാറൊക്കെ കഴിഞ്ഞ് കുറച്ചൊരു 2 വളവ് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഒരു ഭയങ്കര മിസ്സിങ് പോലെ കാണിക്കാൻ തുടങ്ങി. ഇപ്പൊ കണ്ടോടാ, ഇങ്ങനെ പയ്യെ മൂവ് ചെയ്യും. ഈ ഒരു യെല്ലോ ലൈറ്റ് കണ്ടോ, ചെക്ക് എഞ്ചിൻ ലൈറ്റ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല ഈ വെയിലെടുത്തിട്ട്. ഇന്നിപ്പോ സൺഡേ കാരണം സർവീസ് സെന്റർ ഉണ്ടാകാനും ചാൻസ് ഇല്ല. അതാണെങ്കിൽ അടിമാലി വരെ പോവുകയും വേണം. അപ്പൊ അടിമാലിയിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടാവുമോ എന്ന് നോക്കാനാണ് എല്ലാരും പറയണത്. അപ്പൊ ഞാൻ മാക്സിമം ബൈക്ക് എങ്ങനെയാലും അടിമാലിയിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നന്നാക്കിച്ചിട്ട് ഞാൻ മാക്സിമം ഈ റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ നോക്കും. ഫ്യൂസ് ആവണേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. പക്ഷെ ഇത് ഫ്യൂൽ എടുക്കാത്തത് കാണിക്കുമ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട്. ഞാൻ മറ്റേ ഫ്യൂൽ പമ്പിലേക്കുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻ എന്തെങ്കിലും പോയതാണോ എന്നറിയാനായിട്ട്. പിന്നെ ഇതാണ് അവസ്ഥ. ക്ലച്ച് പിടിക്കാത്താണോ എന്താണോ പടച്ചോനറിയാം. എന്താ റഹ്മാനെ. പന്ത്രണ്ട് 5 അല്ല 11:58, സോറി. എന്തായാലും ഇപ്പൊ റൈറ്റ് കൂടെ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കാറിന്റെ ജീപ്പിന്റെ വർക്ക്ഷോപ്പ് ആണോ? എന്താലേ ഫുള്ള് റൈഡിങ് ഗിയറിൽ വണ്ടി തള്ളേണ്ട ഒരു അവസ്ഥ. സെറ്റപ്പ് തന്നെ. ആ പാട്ടിടേണ്ട അവസ്ഥയാണ്. നമ്മള് നേരത്തെ വന്നുന്ന വഴിക്ക് കണ്ട TRK റൈഡേഴ്സ് ഇവിടെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്ക കണ്ടോ. അതെന്താ ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുത്തപ്പോ വന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇലക്ട്രിക്കൽ എന്തോ സീനാണോ, ഒരു ഫ്യൂസ് എങ്ങനെ മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ റെഡി ആവും.
പക്ഷേ സ്പെക്യുലർ സെൻസറിന് എന്തോ വിഷയമാണെന്ന് തോന്നണു. കണ്ട ഫുള്ള് തിരിച്ചു പിടിച്ചാണേ. ഇത്രയൊക്കെ അനുഭവിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ വണ്ടിക്ക് പണി കിട്ടിയതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ എല്ലാവർക്കും ഞാനെന്താ പറയാ. ഇവിടുന്ന് ഞാൻ അടിമാലി എത്ര കിലോമീറ്റർ ഉണ്ടോ നോക്കട്ടെ. 10 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഞാൻ ആ ലാസ്റ്റ് കണ്ട ആ വർക്ക്ഷോപ്പിലെ ആള് വിളിച്ചു നോക്കിയപ്പോ അവര് പറഞ്ഞത്. അപ്പൊ അവിടെ ചെന്നിട്ട് സന്തോഷാശാൻ പുള്ളീനെ വിളിക്കാനാ പറഞ്ഞേ. വണ്ടി അങ്ങോട്ട് എടുക്കണില്ല. ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ടേ മതിയായിരുന്നു. ഇപ്പൊ ഒരു സന്തോഷാശാൻ എന്ന് പറഞ്ഞ ഒരാളുടെ വർക്ക്ഷോപ്പിന്റെ ഒരു മുകളിൽ വേറെ വർക്ക്ഷോപ്പിൽ ചോദിച്ചു പറഞ്ഞു അടിമാലി ടൗണിലാന്ന് പറഞ്ഞേ. അറ്റ്ലീസ്റ്റ് ഒന്ന് കാണിച്ചു തരാമോ? എവിടെയും വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാമോ? നേരെ കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? സൈഡിലാണ്ടല്ലേ? വർക്ക്ഷോപ്പ് ഉണ്ടല്ലേ? ഉണ്ടല്ലേ? താങ്ക് യു. ഹോട്ടല് മാത്രം തുറന്നുണ്ട്, വർക്ക്ഷോപ്പ് ഒന്നും തുറന്നിട്ടില്ലാന്നാണ് ഇപ്പൊ അവര് പറയണത്. ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പ് കിട്ടിയാൽ മതി. ആരെങ്കിലും ഒരു മെക്കാനിക് ഉണ്ടായാൽ മതിയായിരുന്നു. സന്തോഷ് എന്ന് പറഞ്ഞ ആളുടെ നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. പുള്ളീനൊന്ന് വിളിച്ചോട്ടെ. ഹലോ, സന്തോഷ് ഹസനാണോ? ഹലോ, ആ സന്തോഷ് ഹസനാണോ? അതിന് ഞാൻ ഇവിടെ ഒരു നമ്മളെ ബൈക്ക് സാഡ്സ് എന്ന് പറഞ്ഞ ഒരു വർക്ക്ഷോപ്പിലെ പയ്യൻ പറഞ്ഞിട്ട് വിളിക്കാം. ഞാനിപ്പോ അടിമാലി ടൗണിലുണ്ട്. എന്റെ ബൈക്ക് ഇലക്ട്രിക്കൽ എന്തോ ഇഷ്യൂ ആണ്. എനിക്കൊന്ന് എങ്ങനെയാലും ഒന്ന് നോക്കാൻ പറ്റുമോ? ഹലോ, R15 ആണ്. എനിക്ക് നിന്ന് പോയിട്ട് നമ്മളെ ഇലക്ട്രിക്കൽ കണക്ഷൻ വഞ്ഞുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിപ്പോ ഉന്തിത്തള്ളി സ്റ്റാർട്ട് ആക്കിയിട്ട് ഓഫ് ആക്കാതെ വെച്ചോണ്ടിരിക്കുക. എനിക്ക് ആ ഫ്യൂസിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കണ സമയത്തൊന്ന് ലൈറ്റൊക്കെ ഒന്ന് മിന്നിട്ട് അങ്ങനെ പോയതാണ് കണക്ഷൻ. എനിക്ക് ആ ഫ്യൂസ് എങ്ങനെ ഒന്ന് മാറ്റി കിട്ടി, അല്ലെങ്കിൽ കെട്ടിക്കിട്ടി എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് വീടെത്തായിരുന്നു. ഫ്യൂസ് മാറ്റി വേറെ കെട്ടിന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ECM ഒക്കെ ഉള്ള വണ്ടിയാണ്. ഫ്യൂസ് ഒക്കെ കെട്ടി ECM ഒക്കെ വല്ല അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ കാശ് പോകും. എന്തെങ്കിലും ഷോർട്ടിങ് ഇല്ലാണ്ട് ഫീസ് അടിച്ചു പോവില്ല. ആണല്ലേ? എവിടെ നിക്കണേ? ഞാൻ അടിമാലി ടൗണില്. വണ്ടി സ്റ്റാർട്ട് ആകുമ്പോ സ്റ്റാർട്ടാണ്. എന്നാ ഈ ലൈബ്രറി റോഡിലേക്ക് വാ. ഞാൻ അവിടെ ഉണ്ട്. ഏതാ ലൈബ്രറി റൂട്ടോ? ലൈബ്രറി റോഡ്. ചേട്ടാ ഈ ലൈബ്രറി റോഡ് കേട്ടോ. ആ ആ ആ ആ താങ്ക് യു ചേട്ടാ. എങ്ങനെയാലും ഫ്യൂസ് പോയതാണെങ്കിൽ ഫ്യൂസ് എങ്കിലും മാറ്റി കിട്ടിയിരുന്നെങ്കിൽ എടുത്താമായിരുന്നു. ചേട്ടാ പ്രശ്നേ
ലൈബ്രറി റോഡ് അറിയോ? ലൈബ്രറി റോഡ്. ആ ആ ആ ചോദിച്ചൊരു ഹിന്ദിക്കാരനോടായിപ്പോയി. അതെന്നെ മണ്ടത്തരം. പുള്ളീനെ ഒരു സെക്യൂരിറ്റി, മലയാളി സെക്യൂരിറ്റി ആണെന്ന് പോയി അവരടുത്ത് ചോദിച്ചത്. റൈറ്റ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പോയി നോക്കാം. ചേട്ടാ ലൈബ്രറി റോഡ്. ആ ആ ആ ലെഫ്റ്റ് അല്ലേ? താങ്ക്സ്. ചേട്ടാ ലൈബ്രറി റോഡ് ഈ വഴി ലെഫ്റ്റ് അല്ലേ? താങ്ക്സ്. ഇവിടെ എവിടെയാ? വർക്ക്ഷോപ്പ് ഒന്നും കാണുന്നില്ലല്ലോ. അടിമാലി ടൗണിൽ എത്തി കിട്ടി. അതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബൈക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് വീട്ടിൽ പോവാം. നാളെ വന്നിട്ട് ബൈക്ക് റെഡിയാക്കി കൊണ്ടുപോകേണ്ടി വരും. സർവീസ് സെന്ററിൽ എങ്ങനെയാലും എത്തിക്കണം. ഫ്യൂസാന്നറിയില്ല, ഈ മഞ്ഞളായിട്ട് ഇങ്ങനെ കത്തിക്കിടപ്പുണ്ട്. ഞാനിത് ഓഫ് ആയിരിക്കും, പിന്നെ ഇലക്ട്രിക്കൽ കണക്ഷൻ കാണിക്കൂല. മിസ്സിംഗ് ആണ്. പെട്രോൾ ഫുള്ളാണ്. ഈ പമ്പ് ഇഞ്ചക്ടർ ഒന്നും മാറിയിട്ട് അധികം നാളായിട്ടില്ല. ഒരു 6 മാസമായിട്ടുണ്ടാവുള്ളൂ. ആണല്ലേ? അപ്പൊ ഞാനിതേപോലെ സ്റ്റാർട്ട് ആക്കിയപ്പോ സമയത്തില്ലേ മൊത്തത്തില് ഇലക്ട്രിക്കലി മൊത്തം ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. ആ ഒരു രീതി തന്നെ. അപ്പൊ അതാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇലക്ട്രിക്കൽ ആണോ എന്നൊരു സംശയം വന്നത്. ഐ മീൻ ഇത് കറങ്ങും. എനിക്ക് കാണിച്ചു തരാം. നമ്മള് ഓഫാക്കി വിചാരിച്ചു. കണ്ടോ? ഇതാണ് അവസ്ഥ. ഒന്നും കാണിക്കണ്ട. ഇനി മറ്റേ കറണ്ടിന്റെ എന്തെങ്കിലും പ്രശ്നമായിട്ട് മറ്റേ പമ്പിലേക്ക് കറണ്ട് പോകാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ ഇടക്ക് വെച്ചില്ലേ ഈ മഞ്ഞളിട്ട് ഓഫ് ആവും, എന്നിട്ട് വണ്ടി നോർമലാവും, പിന്നെ മഞ്ഞളിട്ട് വരും, പിന്നെ പോയ പോലെ തന്നെ. ആ സീറ്റ് ഇത് മാത്രമേ അഴിക്കാൻ പറ്റുള്ളൂ. ഇത് അഴിക്കണമെങ്കിൽ ഇത് അഴിച്ചിട്ട് എന്തോ ചെയ്യണം. അത് മൊത്തം ഞാനതും അയച്ചുതരാം. ഞാൻ കളമശ്ശേരി തന്നെ. ഞാൻ കൊടൈക്കനാൽ പോകാനുള്ളൊരു പത്രപ്പാടില് കല്ലാറെത്തിയപ്പോഴത്തേക്കും വണ്ടി ഓഫാക്കിയിട്ടൊന്ന് ഓണാക്കിയതാ. ചായ പിടിക്കാൻ കയറിയപ്പോ. അതിട്ട് പിന്നെ ഇതാണ് അവസ്ഥ.
call it a with the wind.